ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന യുവജന പ്രതിഷേധത്തിന് കൊച്ചിയിൽ ഐക്യദാർഢ്യവുമായി വിദ്യാർത്ഥികളും ടെക്കികളും. എറണാകുളം ടെക്നോ പാർക്കിന് മുന്നിലാണ് ടെക്കികളുടെ പ്രതിഷേധം. ഹൈക്കോർട്ട് ജംഗ്ഷനിലാണ് വിദ്യാർത്ഥി പ്രതിഷേധം. അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലിക്കോ ഒക്കെ ഇത് വലിയ വലിയ രാഷ്ട്രീയ കക്ഷികളുണ്ട്, വലിയ ചിന്ത. അത്തരം ഒരു ആക്രമണത്തിന് തന്നെയാണ് പ്രതിഷേധിക്കുന്നത്. ഇത് വെറും യുവജനങ്ങൾ മാറേണ്ടത് അദ്ദേഹം മാത്രമല്ല, പാർട്ടിയും അതിൻ്റെ ഉള്ളിലുള്ള കറപ്റ്റ് സിസ്റ്റവും. എങ്ങനെ ഈ NMC മുതൽ NMC ആയിക്കോട്ടെ, നാറ്റോ ആയിക്കോട്ടെ, ഏതു തരത്തിലും സ്വാതന്ത്ര്യമാണ് വേണ്ടത്. ഇന്ത്യയെ വീണ്ടെടുക്കുകയാണ് വേണ്ടത്. സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുത്ത ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ അതിനെ നമ്മൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്. അതിനെ വിട്ടുകൊടുക്കരുത്. RSSനും BJPക്കും വർഗീയ ശക്തികൾക്കും ഫാസിസ്റ്റ് ശക്തികൾക്കും അതിനെ വിട്ടുകൊടുക്കരുത്. അതിന്റെ മുന്നിൽ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ആയുധം ഇതാണ്, ഇന്ത്യൻ ഭരണഘടന. ഇതറിയാത്തത് കൊണ്ടാണ് അവർ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. സമരായുധങ്ങളിലൂടെ നേടിയെടുത്ത് എങ്ങനെ നിസ്സഹകരണം, എങ്ങനെ അസമത്വത്തിനെതിരായ പോരാട്ടം, എങ്ങനെയാണ് നിരാഹാരത്തിലൂടെയും സകലവിധ സമരത്തിലൂടെയും ഇന്ത്യ എന്ന രാജ്യം കെട്ടിപ്പടുക്കുക എന്ന് മനസ്സിലാക്കിയ മനുഷ്യർ നിർമ്മിച്ച മഹത്തായ ഡോക്യുമെന്റാണിത്. ഈ കൊച്ചിയിൽ നിന്ന് ഷീന മാർട്ടിൻ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. ഷീന, കൊച്ചിയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് വലിയ ജനപിന്തുണയാണോ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ദിവ്യ. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടേതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘം ചേർന്നോ അല്ല. തീർച്ചയായും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പല വിധത്തിലുള്ള കലാലയങ്ങളിൽ നിന്ന് ഒത്തുകൂടിയ പലവിധ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ, ആക്ടിവിസ്റ്റുകളുടെ നേതൃത്വത്തിലെല്ലാം തന്നെയാണ് ഈ പരിപാടി ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. അതായത് ജന്തർ മന്ദറിൽ നടക്കുന്ന ആ പ്രതിഷേധം, CJP നടത്തുന്ന പ്രതിഷേധം, അത് BJPക്കെതിരെയല്ല, മറിച്ച് രാഷ്ട്രത്തിന്റെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് വേണ്ടിയാണ് എന്നുള്ള വാക്യം ഒന്നുകൂടി ഉയർത്തി കാണിക്കുകയാണ്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. പല വിധത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇവർ ഇവിടെ ഉയർത്തി കാണിക്കുന്നത് എന്നുള്ളതാണ്. വി നീഡ് ജസ്റ്റിസ് എന്നുള്ളതാണ് ആദ്യമേ തന്നെയുള്ള മുദ്രാവാക്യം. നീതി ആവശ്യമാണ് അവർക്ക്, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ ഭാവിക്ക് അനുകൂലമായ വിദ്യാർത്ഥികൾക്കായി നീതി ആവശ്യമാണ് എന്നുള്ളതാണ്. അവർ ഫ്യൂച്ചർ അവർ ഫൈറ്റ്, അല്ലെങ്കിൽ സ്റ്റാൻഡ് ഫോർ ജസ്റ്റിസ് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം എന്നുള്ളത്. ജന്തർ മന്ദറിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന പ്രതിഷേധം, ആ പ്രതിഷേധം ഇങ്ങനെ ഇരമ്പിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ ഇവിടെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ശീതൾ ശ്യാം, അതേപോലെ തന്നെ CR നീലകണ്ഠൻ തുടങ്ങിയവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആക്ടിവിസ്റ്റുകളും കലാ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ദിവ്യ, ശരി. അബ്ദുൽ നാസർ കൂടി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. അബ്ദുൽ നാസർ, ഇപ്പോൾ ടെക്കികളുടെ പിന്തുണ കൂടി വിദ്യാർത്ഥി സമരത്തിന് ലഭിക്കുകയാണോ? ടെക്കികളുടെ കൂടി പിന്തുണ എത്തുന്നു. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ യുവതയ്ക്ക് വേണ്ടി എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇൻഫോ പാർക്കിലെ ടെക്കികൾ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രോഗ്രസീവ് ടെക്കീസ് എന്നുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇത് നടത്തുന്നത്. കാരണമായി ഇതിനു മുൻപ് നമ്മൾ വേൾഡ് കപ്പിനെല്ലാം ഒരുമിച്ച് കൂടിയവരാണ്. എന്നാൽ അതിൻ്റെ എല്ലാം സമയം നമ്മൾ മാറ്റിവെക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ വിഷയങ്ങളിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. തലസ്ഥാനത്ത് വലിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിലേക്ക് പോലീസ് അതിക്രമവും ഭരണകൂടി അതിക്രമവും ഉണ്ടാകുമ്പോൾ അതിനെ കൈകെട്ടി നോക്കിയിരിക്കാൻ നമുക്കാവില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത്ര, അല്ലെങ്കിൽ ഒരു 10 പേരാണെങ്കിൽ 10 പേർ ചേർന്നുകൊണ്ടൊരു സംഘടിക്കുക, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ടെക്കികൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏതാണ്ട് വലിയ രീതിയിൽ തന്നെ ജനപങ്കാളിത്തമുണ്ട്. അതായത് ഇതിൽ പല കമ്പനികളിലായിട്ട്, IT കമ്പനികളിലായിട്ട് വർക്ക് ചെയ്യുന്ന ടെക്കികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മുടെ എല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇവർക്ക് വേണ്ടി ഇനി ചലിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ യുവാക്കളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ യുവതയുടെ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ളതായിരിക്കണം എന്നെല്ലാം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവരിപ്പോൾ ഇവിടെ പ്രതിഷേധം നടത്തുന്നത്. എന്തായാലും ഒരു ഗ്യാതറിംഗിൽ ഒത്തിരി പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഇതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇതിന് വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ട് എന്ന് തന്നെ പറയാം. ദിവ്യ.
യെസ്, വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇപ്പോൾ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നവർ കൂടി ഇപ്പോൾ സമരത്തെ പിന്തുണച്ചെത്തുകയാണ്. ഇൻഫോ പാർക്കിന് മുന്നിലാണ് ഇപ്പോൾ ടെക്കികളുടെ പിന്തുണയോടുകൂടി CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമര പരിപാടികൾ അവിടെ നടക്കുന്നത്.